നീലക്കുറിഞ്ഞി പോക്കും പോലെയുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ രേണുസുധീൻ്റെത്. കാരണം രേണുസുധീൻ അവിടെ പോയപ്പോൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു അനക്കവും ആട്ടവും ഒന്നുമില്ല രേണുസുധീൻ്റെത്. അപ്പോൾ കാരണം രേണുസുധി എന്തെങ്കിലും ഒന്ന് അവിടെ ഒന്ന് പൊട്ടിക്കാൻ കാത്തിരിക്കുകയാണ് പുറത്ത്. പിന്നെ ഓൺലൈൻ ചാനൽസ് അത്രയും ഹൈപ്പ് കൊടുത്തിട്ടാണ് രേണുസുധി പോയത്. കാരണം അത്രയും ഇപ്പം കുറച്ചായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുധി. പക്ഷെ അത് 100% അവരെ തന്നെ കുറ്റം പറയാൻ നോക്കില്ല കേട്ടോ. കാരണം രേണുസുധി എവിടെയാണോ ഉള്ളത് അവിടെ കുറേ ക്യാമറകൾ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു വീഡിയോക്ക് തീരെ ചേരാത്തൊരു തംബ്നെയിലും കൊടുത്തിട്ടാണ് പല വീഡിയോസും ഉള്ളത്. അപ്പോൾ അങ്ങനെ ആൾക്കാരിൽ ഒരു നെഗറ്റീവ് ഇമേജ് സൃഷ്ടിച്ച് ഇപ്പം കുറച്ച് റീസെൻ്റ്ലി ആ ഒരു വീടിൻ്റെ ഇൻസിഡൻസും കൂടി വന്നപ്പോൾ മൊത്തത്തിൽ നെഗറ്റീവായി പോയതാണ് പുള്ളിക്ക്. ബേസിക്കലി എനിക്ക് തോന്നുന്നു പുള്ളി ആ ഒരു കാണുന്ന രീതിയിലുള്ള ഒരു ഇതൊന്നുമില്ല, കുറച്ചൊരു പാവാൻ തോന്നുന്ന ആൾ. അപ്പോൾ പക്ഷേ ബിഗ് ബോസിൽ ആളുണ്ട് എന്നുള്ളൊരു ഇതന്നെയല്ല കേട്ടോ. കാരണം ഈ ഒരു ഇൻസിഡൻറ്റ് കണ്ട് പിന്നെ ഇപ്പം രേണു അവിടെ ഉണ്ടോയെന്ന് പോലും തന്നെ നമുക്ക് വ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ രേണു നല്ല ഫയറായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു ഇത്. കാരണം വെച്ചാൽ അത്രയും പുറത്തുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് രേണു എന്താണ് ചെയ്യാൻ നോക്കുന്നതെന്ന് വിചാരിച്ചിട്ട്.